നിങ്ങൾ ഒരിക്കലെങ്കിലും നിശബ്ദമായി നിന്നിട്ട് സ്വയം ചോദിച്ചിട്ടുണ്ടോ, ഇത് ഞാൻ ആഗ്രഹിച്ച ജീവിതമാണോ? ഒരു സ്വപ്നം നിങ്ങൾ ഹൃദയത്തോട് പണിത ഒരു ഭാവി ഒരു ദിവസം ഒരു നിമിഷത്തിൽ തകർന്നു പോയാൽ പലരും പറയും ഇതോടെ എല്ലാം കഴിഞ്ഞുവെന്ന്. പക്ഷേ ഇതൊന്നിൻ്റെ ഒരു അവസാനമല്ല, ചിലപ്പോൾ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമാണെങ്കിലോ. നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകുമ്പോൾ വേദനകളും നിരാശകളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവയെല്ലാം ഒഴിവാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനമെടുത്താലോ? ഞാൻ ഒരു കലാകാരനെ ഉദാഹരണമായി എടുക്കുന്നു. അദ്ദേഹം ഒരു പ്രതിമ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും പുള്ളിക്കാരൻ അതിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കണ്ടെത്തുക, അതിലെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അത് പുള്ളി എടുക്കും. എന്നിട്ട് ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പുള്ളി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് പുതിയ രീതികൾ കൊടുത്ത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കും. ആ പെർഫെക്ഷൻ അതിന് എന്ത് നൽകും? പുതിയൊരു ഐഡൻറ്റിറ്റി നൽകും. അപ്പോൾ അവിടെ ജനിക്കുന്നത് പുതിയൊരു ഹാർഡ് വർക്കാണ്. സോ അതുപോലെ തന്നെയാണ് നഷ്ടബോധവും. നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടുണ്ടാവും. നിങ്ങളെപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിക്കുന്നു, അവിടെയാണ് എല്ലാത്തിനുമുള്ള തുടക്കം കിടക്കുന്നത്. നിങ്ങളുടെ ഒരു വലിയ സ്വപ്നം തകർന്നു എന്ന് വിചാരിക്കുക. ആ തകർക്കപ്പെടുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റാണ്. എന്തുകൊണ്ട് ഞാൻ? എന്താണ് തെറ്റ്? ഇനി എന്ത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പലപ്പോഴും ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ്. ആ സമയം ജീവിതം ഒരു മറുപടി നമുക്ക് തരില്ല. പക്ഷെ ഒരു ചോദ്യം മാത്രമേ ചോദിക്കൂ. ഇനി വീണ്ടും തുടങ്ങാൻ, അല്ലെങ്കിൽ ഇനി വീണ്ടും നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ, അതിനുവേണ്ടി കൃത്യമായി പരിശ്രമിക്കാൻ നീ തയ്യാറാണോ എന്ന്. ഇതൊരിക്കലും ഒരു സാധാരണ മോട്ടിവേഷൻ പോലെയല്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് പോലെയല്ല. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു വലിയ തീരുമാനമാണ്. ഞാൻ തകർന്നു, പക്ഷേ ഞാൻ വീണ്ടും തുടങ്ങാൻ തയ്യാറാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു ചെറിയ ശ്രമം, ഇവയാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും സക്സസ് നേടിയെടുത്തിട്ടുള്ളത്. നമ്മൾ കാണുന്ന സക്സസിൻ്റെ പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളും ആത്മവിശ്വാസം തകരുന്ന നിമിഷങ്ങളും ആരും കാണാത്ത കണ്ണീരുകളും ഇവയെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെന്താ കാണുന്നത്? ഒരു വിജയം മാത്രം. നേരത്തെ പറഞ്ഞ ഉറക്കമില്ലായ്മയും ആത്മവിശ്വാസം തകരുന്ന നിമിഷങ്ങളും ആരും കാണാത്ത കണ്ണീരുകളൊക്കെയാണ് ഈ അധ്യായത്തിന് പുതിയ ചിറകുകൾ നൽകുന്നത്. നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ അകത്ത് വളരുകയാണ്. ഒരു നിമിഷം വരും, നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ തയ്യാറാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ തുടങ്ങും. ഇതാണ് മാറ്റം. നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിലും നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം അത് നടത്തിക്കൊണ്ടേയിരിക്കും. അതിനിപ്പോൾ ഒരു ആർട്ടാവട്ടെ, ഒരു ബിസിനസ് ആകട്ടെ, ഇനി ജീവിതം തന്നെ ആകട്ടെ. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കും, നിങ്ങൾ ചിരിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കും, ഇത് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതമല്ല, മറിച്ച് ഇത് നിങ്ങൾക്കായി സ്വന്തമായി നിർമ്മിച്ച ഒരു ജീവിതമാണ്. അതിൽ മുറിവുകളും അടയാളങ്ങളും ധാരാളം ഉണ്ടാവും. പക്ഷേ ആ അടയാളങ്ങൾക്ക് പല കഥകളും നിങ്ങളോട് പറയാനുണ്ടാകും. ഇത് മറ്റു വിജയത്തെക്കാട്ടിലും വളരെ പവർഫുള്ളുമായിരിക്കും. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കും, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങൾ നേടിയെന്ന്. സ്ട്രെങ്തും ക്ലാരിറ്റിയും ഡെപ്തും. നിങ്ങൾ ഇനി പഴയ ആളല്ല, നിങ്ങൾ പുതിയൊരു കഥ തുടങ്ങുകയാണ്. നിങ്ങളുടെ സ്ട്രഗിൾ കൊണ്ട് നിങ്ങളാൽ എഴുതപ്പെട്ട പുതിയ കഥ. നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങളുടെ കഥ എന്താണ്? ഒരു സ്വപ്നം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിതറിപ്പോയിട്ടുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ ഉള്ളിൽ നിന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടോ? എങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ.
നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല. നിങ്ങൾക്കിപ്പോഴും തുടങ്ങാനുള്ള സമയമുണ്ട്. നിങ്ങൾ ഒന്നിലും അവസാനിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ അവസാന ചാപ്റ്ററല്ല, ഇത് നിങ്ങളുടെ പുതിയ ചാപ്റ്ററിനുള്ള തുടക്കമാണ്. നിങ്ങളുടെ പെയിനുകൾ നിങ്ങളുടെ പവറായി മാറുന്ന സമയം. നിങ്ങളുടെ പൊട്ടിത്തെറിച്ച സ്വപ്നങ്ങൾ പുതിയൊരു ആർട്ട് വർക്കാക്കി മാറ്റാൻ പോകുന്ന സമയം. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന നിങ്ങളുടെ സക്സസ്, അത് നിങ്ങൾക്ക് ആരും ഒരു സമ്മാനമായി നൽകിയതല്ല. നിങ്ങളാൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ തീരുമാനിക്കും, ഞാൻ നിർത്തണോ അതോ ഞാൻ ഇനി തുടരണോ. ദൃഢനിശ്ചയമെന്നുള്ള ഒന്നുണ്ട്. അത് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ധൈര്യമാണ്. ഇത് ദിവസവും ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു ശക്തി തരും എന്ന് കാണിച്ചു തരുന്ന ഒന്നാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ. ഞാൻ നിർത്തില്ല, ഞാൻ തുടരും. ജീവിതം പെർഫെക്റ്റ് അല്ല, പക്ഷേ അത് മീനിങ് ആക്കാം. സംടൈംസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈഫ്സ് ആർ നോട്ട് ദി വൺ ദാറ്റ് നെവർ ബ്രോക്സ്, ബട്ട് ദി വൺ ദാറ്റ് വെയർ റീബിൽഡ് സ്ട്രോങ്ങർ. ഇതായിരിക്കണം നിങ്ങളുടെയും കലാസൃഷ്ടി. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ വരുന്നത് വരെ